അപ്പോൾ ഈ ഒച്ചപ്പാടും വാളൊക്കെ നിങ്ങൾ കേട്ടില്ല. അതിപ്പോൾ ഈ സ്വിമ്മിംഗ് പൂള് കിട്ടിയ സന്തോഷമാണ് കേട്ടോ. അതിലുള്ള ആവേശമാണ് ആ കാണുന്നത്. ഇപ്പൊ നല്ല ചൂടാണല്ലേ മക്കളെ, പറയണ്ടല്ലേ. ആ ചൂടിൽ നിന്ന് രക്ഷ നേടാൻ പിന്നെ വെക്കേഷനുമാണ്, ഇവരിങ്ങനെ പുറത്തുപോയി കളിക്കലും മൊബൈൽ കാണലൊക്കെയാണല്ലോ. അപ്പോൾ അതൊക്കെ വിചാരിച്ചിട്ട് നമ്മളൊരു വെറൈറ്റി സാധനം അങ്ങോട്ട് ഓർഡർ ചെയ്താണ് ഇപ്പോൾ ഇത്. ആമസോണിൽ നിന്നാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇതൊന്ന് അൺബോക്സ് ചെയ്യണ കാണാം നമുക്ക്. എന്തായാലും നിങ്ങൾക്ക് എന്താ സാധനം എന്ന് മനസ്സിലായിട്ടുണ്ടാകും. അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അൺബോക്സ് ചെയ്യണമെങ്കിൽ ഇക്കനായിട്ട് ഞാൻ ഏൽപ്പിക്കല്. കാരണം കുറച്ച് വലിയ സാധനമൊക്കെ ആണെങ്കിൽ പിന്നെ അത് ഇന്നെ കൊണ്ട് പറ്റൂല. നമ്മൾ ചെറിയ എന്തെങ്കിലും സാധനമൊക്കെ ഉണ്ടെങ്കിൽ അതേ അൺബോക്സ് ചെയ്യുള്ളൂ. അപ്പോൾ കണ്ടോ സാധനം ഇതാണ്. അത് എയർ ഫില്ല് ചെയ്യാനുള്ളൊരു സാധനം ഉണ്ട്. പിന്നെ താറാവുണ്ട്, 2-3 കുട്ടികളുണ്ട്, അതുപോലെ 2 ബോളുണ്ട്. ബോളൊക്കെ നമുക്ക് ഇനി അതിൽ എയർ നിറക്കണം കേട്ടോ. അപ്പോൾ എന്തായാലും സാധനം സൂപ്പറാണ് നമ്മൾ കൈ കിട്ടിയപ്പോൾ. സ്വിമ്മിംഗ് പൂൾ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചിട്ട് ചെറിയ സാധനമല്ലേന്ന്. അപ്പോൾ എന്തായാലും അതൊക്കെ നിർത്തി നോക്കിയാൽ എന്തെങ്കിലുമൊക്കെ ഡാമേജ് ഉണ്ടാ നോക്കണം. അപ്പോൾ അതൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. 10 അടി നീളമുണ്ട്, പിന്നെ അത്യാവശ്യം വീതിയുണ്ട്. വലിയ 2 ആൾക്കാർക്ക് നീണ്ട് നിവർന്ന് കിടക്കാനൊക്കെ പറ്റൂട്ടോ ഇതിൽ. അത്രക്കും വീതിയും നീളമൊക്കെ ഉണ്ട്. ഞാൻ വിചാരിച്ചിരുന്നു ഇത് ഓർഡർ ചെയ്തപ്പോൾ സ്വിമ്മിംഗ് പൂൾ പറഞ്ഞപ്പോൾ കുട്ടികൾക്ക് മാത്രം അപ്പോൾ ചാടി ഇരിക്കാൻ പറ്റിയ സാധനം ഇക്കാരെന്ന്. പക്ഷെ അല്ല, നമുക്കൊക്കെ അതിക്കൊന്ന് ഇറങ്ങിയിരുന്ന് ശരീരമൊക്കെ ഒന്ന് തണുപ്പിക്കാൻ പറ്റും. രാത്രിയൊക്കെ ഒന്ന് ഉറങ്ങാൻ പോകുമ്പോൾ ഒന്ന് കുറച്ച് നേരം അതിലൊക്കെ ഒന്ന് കിടന്നു കഴിഞ്ഞാൽ ശരീരം തണുക്കും ചെയ്യാം. ഇപ്പോൾ കുട്ടികൾക്ക് ഈ ചൂടുകുരൊക്കെ പൊന്തുണ്ടല്ലോ. അപ്പോൾ അത് കുറച്ച് നേരം ഈ വെള്ളത്തിലൊക്കെ കിടക്കുമ്പോൾ കുറച്ചൊരു ആശ്വാസം ഉണ്ടാകും. അപ്പോൾ എന്തായാലും എയറൊക്കെ ഫില്ല് ചെയ്തതാണ്. അപ്പോൾ എയർ ഫില്ല് ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ച് ടാസ്ക്കുള്ള കാര്യം തന്നെയാണ്. പെട്ടെന്ന് അങ്ങോട്ട് എടുത്തുകൊണ്ടേ വെള്ളം നിറക്കാൻ പറ്റില്ല. പിന്നെ വെള്ളം നിറക്കാനും കുറച്ച് സമയം എടുക്കണം. അപ്പോൾ അതാ കുട്ടികളിങ്ങനെ അവിടെ വരിക്ക് നോക്കി നിൽക്കുന്നുണ്ട്. ഇത് ആയോ എന്ന് എപ്പോഴാണ് ചാടാൻ പറ്റുമെന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ എയറൊക്കെ ഫില്ല് ചെയ്തതിന് ശേഷം പിന്നെ നമുക്ക് 2 ബോളുണ്ടല്ലോ, അതിലേക്കും കൂടി എയർ നിറക്കണമല്ലോ. അപ്പോൾ പിന്നെ അതിൻ്റെ ശേഷം ആ ബോളൊക്കെ ഒന്ന് എയറാക്കി പിന്നെ അടുത്ത പരിപാടി നമുക്ക് ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം നിറക്കണം. അപ്പോൾ ഇത് ഫുള്ള് വെള്ളം നിറക്കണ്ട നമ്മൾ വിചാരിച്ചു. കാരണം എന്താ വെച്ചാൽ ചെറിയ മോനൊക്കെ ഉണ്ട്. അപ്പോൾ അവനൊക്കെ മുങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അത്യാവശ്യം കുറച്ച് വെള്ളം മതി. പിന്നെ ഒരുപാട് വെള്ളം ഉണ്ടായാൽ വെറുതെ ഇങ്ങനെ കാലിട്ടടിച്ച് ആ വെള്ളം പുറത്ത് പോവുക ചെയ്യുക. അപ്പോൾ നമ്മളെ കിണറ്റിൽ അത്യാവശ്യം വെള്ളം ഉണ്ട് കേട്ടോ, അൽഹംദുലില്ലാ. അപ്പോൾ വെള്ളം ഇല്ലാത്ത സ്ഥലത്തൊക്കെയാണ് ഇത് വലിയൊരു പ്രയാസം ഇക്കാരം. അപ്പോൾ ഇപ്പോൾ നമുക്ക് വെള്ളം ഉണ്ട്. പിന്നെ അതുകൊണ്ട് മാത്രമാണ് നമ്മളിപ്പോൾ ഇത് ഇതാക്കിയത്. പിന്നെ എല്ലാ ദിവസവും ഇതിലേത്തെ വെള്ളം മാറ്റുക എന്ന് പറയുന്നത് അതും പ്രയാസമാണ് കേട്ടോ. പിന്നെ ഇത് ഫിൽറ്റർ ചെയ്യാനുള്ള സാധനമൊക്കെ ഉണ്ട്, ക്ലോറിന്, അതൊക്കെ യൂസ് ചെയ്യണം ഇതിൽ. ഇതൊന്നും അതിൻ്റെ കൂടെ ഉള്ളതെല്ലാം നമ്മൾ എക്സ്ട്രാ വാങ്ങിയതാണ്. അപ്പോൾ എന്തായാലും എയറൊക്കെ ഫില്ലാക്കിയതിന് ശേഷം ഇതാ താറാവിനെയും അതുപോലെ തന്നെ ബോളൊക്കെ അതിലേക്ക് ഇട്ടിട്ട് ടാങ്കിൽ നിന്ന് വെള്ളം നിറക്കുകയാണ്. അപ്പോൾ നമ്മൾ വെള്ളം നിറക്കുന്നത് നമ്മളെ ടാങ്കിക്ക് വരുന്ന വെള്ളം ഉണ്ടല്ലോ കിണറ്റിൽ നിന്ന്, ആ ഒരു പൈപ്പ് എടുത്തിട്ടാണ് നമ്മൾ നിറക്കുന്നത്. അപ്പോൾ കുറച്ച് സമയം വേണം, ഒരു അരമണിക്കൂറെങ്കിലും വേണം കേട്ടോ, അത്രയും ഭാഗം നിറഞ്ഞു വരണമെങ്കിൽ. ഇവരിങ്ങനെ അതിൻ്റെ തൊട്ടടുത്ത് വന്ന് നിൽക്കുകയാണ്. എപ്പോഴാണെന്നറിയാം ചാടാൻ വേണ്ടിയിട്ട് വളരെ ആകാംക്ഷയോടെ ഇങ്ങനെ കാത്ത് നിൽക്കുകയാണ്. അവർ മാത്രമല്ല കേട്ടോ, ഞാനും വിചാരിച്ചു നമ്മളൊരു കുട്ടിയാണെങ്കിൽ ഇപ്പോൾ എപ്പോഴോ ആയിക്ക് എടുത്ത് ചാടിയിട്ടുണ്ടാവും. സാധാരണ ഞങ്ങൾ പുറത്തെവിടെയെങ്കിലുമൊക്കെ പോയാൽ വല്ലാതെ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങലില്ല. കാരണം അത്രയും പ്രൈവസി ഉള്ള സ്ഥലങ്ങളിൽ മാത്രമേ നമ്മൾ ഇറങ്ങാറുള്ളൂ. കുട്ടികൾക്കും നമുക്കും കൂടി ഇറങ്ങാൻ പറ്റിയ സ്ഥലങ്ങളുണ്ടെങ്കിലേ ഞങ്ങൾ ഇറങ്ങാറുള്ളൂ. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ്. എവിടെ പോയാലും അവർ പറയും നമ്മൾ സ്വിമ്മിംഗ് പൂളിൽ ചാടില്ലേന്ന്. അപ്പോൾ നമ്മൾ വല്ലാതെ അങ്ങോട്ട് സ്വിമ്മിംഗ് പൂള് പുറത്തുനിന്ന് യൂസ് ചെയ്യാറില്ല. അപ്പോൾ എന്തായാലും ഇങ്ങനൊരു സാധനം കിട്ടിയത് കുട്ടികൾക്കും നമുക്കൊക്കെ വലിയൊരു ഉപകാരമുള്ളൊരു സാധനം തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഏകദേശം വെള്ളം അത്ര ആയിട്ടുണ്ട്. കുറച്ച് സമയം എടുത്തിട്ടുണ്ട് കേട്ടോ വെള്ളം ഇങ്ങനെ നിറഞ്ഞു വരാൻ. നല്ല ശുദ്ധമായ വെള്ളമാണ്. വെള്ളം കണ്ടാൽ തന്നെ നമുക്കൊക്കെ എടുത്ത് ചാടാൻ തോന്നും. അപ്പോൾ ഞാൻ അവരോട് ഇങ്ങനെ പറയുകയാണ്, നിങ്ങൾ കുറച്ചും ഇങ്ങോട്ട് മാറി നിന്നാളെ. അവർക്ക് എന്താ പറയുക, ക്ഷമയില്ല. അതിൻ്റെ തൊട്ടടുത്ത് ഇങ്ങനെ പോയി കൈയിട്ടും കാലിട്ടൊക്കെ നോക്കുകയാണ് വെള്ളം എത്ര ആയിന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും ഇതാ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നു, നമ്മൾ ടെറസിൻ്റെ മുകളിലോട്ട് വെച്ചിട്ടുള്ളത്. കാരണം ഇതിൻ്റെ താഴെ നമ്മൾ എന്തെങ്കിലും ഈ പെട്ടി ഉണ്ടല്ലോ അതിൻ്റെ ചട്ട അല്ലെങ്കിൽ എന്തെങ്കിലും ഷീറ്റൊക്കെ വിരിക്കണം. നേരിട്ട് കൊണ്ടേ വെക്കാൻ പാടില്ല. താഴെ നമുക്ക് സൗകര്യം ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ മുകളിൽ വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതാ വെള്ളം ഏകദേശം നിറഞ്ഞിട്ടുണ്ട്. നമ്മളാ ബോളും താറാവ് കുട്ടികളൊക്കെ ഇങ്ങനെ അതിൽ നീന്തി കളിക്കുന്നുണ്ട് കേട്ടോ. കണ്ടോ, കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. നല്ല തെളിഞ്ഞ വെള്ളമാണ്. അതാ 2 ബോളതാ അതിലിങ്ങനെ പൊങ്ങി കിടക്കുന്ന താറാവ്.
അടുത്ത ആൾ ഇറങ്ങിയതാ. ഏറ്റവും ചെറിയ ആളാണ് കേട്ടോ ഫസ്റ്റ് ഇറങ്ങിയത്. പിന്നെ അടുത്ത ആൾ ഇത് അടുത്ത ആൾ ഓരോരുത്തർ ഇതാ ഇറങ്ങി. അവരെ സന്തോഷമാണല്ലോ നമ്മളെ സന്തോഷമല്ലേ. അവർക്ക് അതിയായ സന്തോഷമായിരുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ പറയണം തല നനക്കരുത് എന്നിങ്ങനെ ഇട്ട്. അപ്പോൾ ഇക്ക ചോദിച്ചാൽ എന്താ തല നനച്ചാലെന്ന്. അപ്പോൾ ഞാൻ പറയും ഫസ്റ്റ് തന്നെ ഇറങ്ങുമ്പോൾ തല നനക്കണ്ട, കുറച്ച് നേരം ചാടാനുള്ളതല്ലേ. പിന്നെ ഇനി ഓല ലോകമായി, പിന്നെ നമ്മളിഞ്ഞി അവിടെ നിന്നിട്ട് കാര്യമില്ല. അതാ ചെറിയ ആൾ ബോളും കൊണ്ട് കളിക്കുന്നുണ്ട്. ഓൻ അതിൻ്റെ ഇടയിൽ കൂടി ആ ബോൾ എടുത്തിട്ട് പുറത്തേക്ക് ഇട്ടിക്കണം കേട്ടോ. കളിക്കുന്ന ഇടയിൽ മെല്ലെ ആരും കാണാതെ പുറത്തേക്ക് ഇട്ടിട്ടുണ്ട്. ആ വീഡിയോ തന്നെ നമുക്ക് കാണാൻ പറ്റും. ഇതാ ബോൾ ഇപ്പോൾ കയ്യിൽ പിടിച്ച് നിൽക്കുകയാണ്. പെട്ടെന്ന് എടുത്തിട്ട് പുറത്തേക്ക് ഇട്ടിട്ടുണ്ട്. അതാ പുറത്തേക്ക് ഇട്ട്